ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അടുത്ത വീഡിയോ. ഇന്ന് വീണ്ടും ഒരു സൺഡേ ആണ്. അപ്പം സാധാരണ സൺഡേകൾ ഞാൻ ബിസി ആയിരിക്കും, പക്ഷേ ഇന്ന് മുതൽ എനിക്ക് സൺഡേ ഫ്രീ ആണ്. വേറെ ഷെഡ്യൂൾഡ് പ്രോഗ്രാം ഒന്നുമില്ല. സോ പുതിയ എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്യാം. അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പുതിയ സംഭവം പഠിക്കുക. ഒബ്സർവ് ചെയ്യുക എന്ന് പറയുമ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഏത് ഓബ്ജക്റ്റ് ഏത് കിട്ടിയാലും അതില് നമ്മൾ കാണാത്തൊരു ബ്യൂട്ടി കാണും. ആ ബ്യൂട്ടി കണ്ടുപിടിക്കാനും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, പെറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ പെറ്റ്സ് ആണ്, എന്നാൽ പെറ്റ്സ് അല്ല. അങ്ങനത്തെ കുറച്ച് ആളുകൾ എന്റെ വീട്ടിലുണ്ട്. അപ്പം അവരെയാണ് എന്റെ ഈ ഒബ്സർവേഷൻ കാരണമാണ് ഇതിൽ പലരെയും കിട്ടിയിട്ടുള്ളത്. ചിലര് അങ്ങനെയുള്ളവരല്ല. അപ്പം അവരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടോ? ഇവരെന്തിനാണ് കാത്തിരിക്കുന്നതെന്നറിയോ? ഇവരുടെ ഈ കാത്തിരിപ്പിനും എല്ലാത്തിനും കാരണക്കാരനായ ഒരുത്തനുണ്ട്. അവനാണ് ഇവൻ. ഇതാണ് ഞങ്ങളുടെ വീട്ടില് ആദ്യമായിട്ട് വന്ന കാക്ക. എല്ലാ ദിവസവും രാവിലെ ഒരു കൃത്യ സമയത്ത് ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന മരത്തിന്റെ ബ്രാഞ്ചിലിരുന്ന് ഇവൻ ഇങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ ഒരു ദിവസം അവന് ഫുഡ് കൊടുക്കുന്നത്. പിന്നീട് ഇവൻ ഡെയിലി വരാൻ തുടങ്ങി, ഞങ്ങളുമായിട്ടൊക്കെ ഇണങ്ങി. പക്ഷെ പിന്നീട് ഞങ്ങളുമായിട്ട് വലിയ ഇണക്കമില്ല, അമ്മയുമായിട്ട് മാത്രമായി. ഇടയ്ക്ക് അവൻ ഈ ഇലകളും ചെറിയ കമ്പും ഒക്കെ കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇനി ഇവരെ കണ്ടില്ലേ, ഇവര് എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണി സമയമാകുമ്പം ഇതേപോലെ വന്ന് ഈ റോപ്പിൽ വെയിറ്റ് ചെയ്യും. ഇത് നമ്മുടെ ബലിക്കാക്ക. ഇവരാണ് ഇതിൽ ഇത്തിരി ഡോമിനൻസ് കാണിക്കുന്നത്. ഈ ഒരു 3 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ എണ്ണം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് അതിലാകെ തിരിച്ചറിയാൻ പറ്റുന്നത് 4 പേരെയാണ്. 2 കാലില്ലാത്ത, അതായത് ഒരു കാല് ഉള്ളൂ ആ കാക്കക്ക്. അങ്ങനത്തെ 2 കാക്കകൾ വരാറുണ്ട്. പിന്നെ ഒരു താഴിയുടെ ഭാഗത്തായിട്ടൊരു ചെറിയ എന്തുവാ, കുറച്ച് തൂവല് പോലെ എന്തോ കാണാൻ പറ്റണം, അങ്ങനത്തെ ഒരു കാക്ക. പിന്നെ നമുക്ക് ഈ നമ്മളതിന് സ്ഥിരം ഫുഡ് കഴിക്കുന്ന കാക്ക, അതിന്റെ സൗണ്ട് ഇച്ചിരി വ്യത്യാസമാണ്. സോ അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒരു 4 കാക്കയെ നമുക്കിതിൽ തിരിച്ചറിയാവും. ഇതാണ് ഫ്ലെക്സിപ്പസ് പെറ്റേഴ്സി. ഇതൊരു ജമ്പിങ് സ്പൈഡർ ആണ്. നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ ചാടുന്ന ചിലന്തികളെ ജമ്പിങ് സ്പൈഡേഴ്സ് എന്ന് പറയും. സാൽത്തസിഡേ എന്ന് പറഞ്ഞൊരു ഫാമിലിയിൽ വരുന്നതാണ്. അപ്പം ഇതിന് ഒരു കാണുന്ന പോലെയല്ല, അച്ഛനൊരു കാനബിൾ ആണ്. അതായത് ഇവര് ചെറിയ സ്പൈഡേഴ്സിനെ ഹണ്ട് ചെയ്ത് കഴിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഇതിലുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിനെ അടിച്ചു കൊല്ലരുത്. കാര്യം ഈ കൊതുകിന്റെയും അതുപോലെ തന്നെ മറ്റ് ചിലന്തികളുടെയൊക്കെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിലൊരു പങ്കുള്ള സാധനമാണ്. ഇതെന്റെ വീട്ടിനകത്തിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിലൊരാളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചത് കാണാമോ? ഇതാണ് പ്രേയിങ് മാൻറ്റിസ്. ഇതൊരു ഇൻസെക്റ്റ് ആണ്. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിന് 2 കൈകളുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള കൈകളാണ്. ഇത് വെച്ച് മറ്റ് പ്രാണികളെ പിടിച്ച് കഴിക്കും. ഇതൊരു കാർണിവോറസ് ആണ് കംപ്ലീറ്റ്. ഇതിന്റെ കൈ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഇതിന് ഒരുപാട് കുറേ പ്രത്യേകതകളുണ്ട്. ഇവര് മേറ്റിംഗ് ടൈമിൽ ഫീമെയിൽ മെയിലിനെ കഴിക്കും. അങ്ങനെ ഒരു സംഭവം കൂടെ ഇവരുടെ ഇടയിലുണ്ട്. പ്രേയിങ് മാൻറ്റിസ്. മലയാളത്തിൽ ഇതിനെ ഇവിടെ ഞങ്ങൾ തൊഴുന്നി എന്നാണ് പറയുന്നത്. തൊഴുന്ന പ്രാണി അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതിന്റെ പേരിൽ കുറെ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ജീവിയാണ്. ഇതിനെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൊല്ലരുത്. നമുക്ക് ഉപയോഗമുള്ള സാധനമാണ്. വീട്ടില് മറ്റ് പ്രാണികളുടെ, കൊതുകിന്റെയും ഇതിന്റെയൊക്കെ ഒരു അളവ് കുറയ്ക്കുന്നതിൽ ഒരു വലിയൊരു പങ്കുള്ള ജീവിയാണ്. ഇതാണ് പ്രേയിങ് മാൻറ്റിസിന്റെ മുട്ടകൾ. ഇത് മുട്ട വിരിഞ്ഞു പോയതിന് ശേഷമുള്ള ഷെല്ലുകളാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ പ്രേയിങ് മാൻറ്റിസ്, അതിന്റെ ഇങ്ങനെയാണ് വളരെ ക്ലോസ് ആയിട്ട് നോക്കുമ്പം ഇതിന്റെ മുട്ടകൾ കാണുന്നത്. ഈ കാണുന്ന ചെറിയ ഹോളുകളില്ലേ, ഇത് പ്രേയിങ് മാൻറ്റിസുകൾ വിരിഞ്ഞ് പോയതാണ്. ഇത് നിങ്ങൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ആ പ്രേയിങ് മാൻറ്റിസ് ഒക്കെ ഈ മുട്ട വിരിഞ്ഞ് വന്ന കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇവനാണ് ബാവിയ ഇൻസുലാരിസ്. ഇത് ബാവിയാണ് ബാവിയ ഇൻസുലാരിസ് തന്നെയാണോ എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ല. ബാവിയ ജീനസിൽ വരുന്നതാണ്. അപ്പം ഇതൊരു ജമ്പിങ് സ്പൈഡർ ആണ്. കൊല്ലരുത് ഗൈസ്, പാവ. നിങ്ങൾക്കൊരു സംശയം കാണും, ഇവരൊക്കെ കടിക്കൂലേ എന്നുള്ളത്. ഇവരൊക്കെ കടിക്കും ഗൈസ്, പക്ഷെ ഇവർക്ക് മറ്റു ചന്തകളെ പോലെ അത്രത്തോളം വിഷമുള്ള ആളുകളൊന്നും അല്ല ഇവര്. സോ നിങ്ങൾക്ക് അത്രത്തോളം ഇവരെ പേടിക്കേണ്ട കാര്യവുമില്ല. കാരണം അതിന്റെ കൈയുടെ തൊട്ടടുത്തൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. ആണ് ടെലിമോണിയ എന്ന് പറയുന്ന ഒരു ജീനസിൽ വരുന്ന സ്പൈഡർ ആണ്. ഇതിപ്പോ നമുക്കിതിനെ അധികം ഡിസ്റ്റർബ് ചെയ്യണ്ടായിരുന്നു. അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട, അത് ഈച്ചയെ പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ടെലിമോണിയ എന്നാണ് ഈ ഒരു ജീനസിന്റെ പേര്.
ഇത് അതിൽ വരുന്ന അജീനസിൽ വരുന്നതാണ്. സ്പീഷീസ് എനിക്ക് കറക്റ്റ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് ടെലിമോണിയിലെ എല്ലാത്തിനും അപ്ലോഡ് കേട്ടാ. ഇതും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജമ്പിങ് സ്പൈഡേഴ്സ് ആൽസിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിൽ വരുന്നതാണ്. നമുക്ക് വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്ത എന്നാൽ ഉപയോഗമുള്ളതായിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. കണ്ട, ഇവര് അതിനേക്കാളും വലിപ്പമുള്ള ഒരു സാധനത്തിനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇവര് അത്യാവശ്യം പവർഫുൾ ആണ്. ഇവർക്ക് നല്ല കാഴ്ചയുണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെ പേർക്ക് ഏകദേശം 1 മീറ്ററിന്റെ കൂടുതൽ ഇവർക്ക് ചാടാൻ പറ്റും. പിന്നെ അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. പിന്നെ ഇവര് പതിയിരുന്ന് ഇരയുടെ പുറത്തേക്ക് ചാടി വീഴുന്ന ഹണ്ട് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് രീതിയിലാണ് ഇവരുടെ ഹണ്ടിങ് ഒക്കെ വരുന്നത്. ഇവരുടെ ഇടയിൽ ഒരു പുതിയുണ്ട്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, എനിക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം, പോർഷ്യ ഫിംബ്രേറ്റ്. എന്തെങ്കിലും അതിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വീഡിയോ ചെയ്തു തരാം. പിന്നെ നമ്മൾ കാണുന്ന ഈ വല കെട്ടിയിരിക്കുന്ന ടൈപ്പ് സാധനമല്ല. ഇവർക്ക് വല സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇവര് വല കെട്ടി ഏറിടുന്നവരല്ല. ഇതിപ്പോ പറയാനും കാണിച്ചു തരാനും ഒക്കെ ഇനിയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന് കമന്റ് കൂടെ ചെയ്യുക. ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ശരി, ബൈ. പോയില്ലേ?